പാസ് ചെയ്യില്ല. ഫ്രണ്ട് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യും. ഓക്കെ, ഇത് യൂണറി ഓപ്പറേറ്ററുടെ കേസ്. ഓക്കെ, ഇനി ബൈനറി വരുന്ന സമയത്ത് ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ് നോക്കുന്നത്. ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രണ്ട് ഓപ്പറൻസ് ഉണ്ടാവും അല്ലെ, എ പ്ലസ് ബി അല്ലെങ്കിൽ എ ഇൻറ്റു ബി അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എന്താ, ആ ഒരു ഓപ്പറേറ്റർ രണ്ട് ഓപ്പറൻസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴോ ഒരു ഓപ്പറൻറ്റേ ഉണ്ടാവുള്ളൂ, എ പ്ലസ് പ്ലസ്, എ മൈനസ് മൈനസ്, പ്ലസ് പ്ലസ് എ, മൈനസ് മൈനസ് എ, ഇതൊക്കെ നമ്മുടെ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് ഒക്കെ നമ്മുടെ യൂണറി ഓപ്പറേറ്റർ ആണ്. നമ്മൾ കണ്ടിട്ടുള്ളത് മൈനസ് ഓപ്പറേറ്റർ വെച്ച് ചെയ്യുന്നതാണ് അല്ലെ. ഓക്കെ, ആകെ 8 പേരെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതെന്തത്? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ? കമന്റ് ചെയ്ത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ബൈനറി ഓപ്പറേറ്ററിന്റെ ആണ് നോക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പ്രോഗ്രാം? കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, പ്രോഗ്രാം ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നതിന്റെ പ്രോഗ്രാം ആണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ #include iostream.h യൂസിങ് നെയിം സ്പേസ് std ലിനക്സ് OS ആയതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ആണ് അല്ലെ. ക്ലാസ് കോംപ്ലക്സ്, കോംപ്ലക്സ് എന്നാണ് ഈ ക്ലാസിന്റെ പേര്. പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് എക്സ് ആൻഡ് വൈ ആണുള്ളത്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ്. ഓക്കെ, എക്സ് വൈ വേരിയബിൾ എന്താ ചെയ്യുന്നത്, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ് ഹോൾഡ് ചെയ്യുന്നത്. എക്സും വൈയും രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നമുക്ക് ഉണ്ടാവും. ദെൻ പബ്ലിക്കിന്റെ അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, 3-4 ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഫസ്റ്റത്തെ സാധനം ഇതെന്താണ് ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, വോയിഡോ ഇൻഡോ ഒന്നുമില്ല. കോംപ്ലക്സ് ജസ്റ്റ് ആ ബ്രാക്കറ്റ്, ദെൻ ഓപ്പൺ ബ്രേസസ്, ക്ലോസിംഗ് ബ്രേസസ്. എന്തായിരുന്നു അത്? കോംപ്ലക്സ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ പേര് തന്നെയാണ് അല്ലെ. ക്ലാസിന്റെ പേര് തന്നെ പബ്ലിക് സെക്ഷനിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കൺസ്ട്രക്ടർ ആണ് അല്ലെ. ഡാറ്റ ടൈപ്പ് ഇല്ല, പബ്ലിക് സെക്ഷനിൽ നമ്മുടെ ക്ലാസിന്റെ അതേ പേര് വന്നിട്ടുണ്ട് അല്ലെ. ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. പഠിച്ചിട്ടുണ്ടോ ഫസ്റ്റ് മൊഡ്യൂളിൽ? ഓർമ്മയുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഹലോ. ഓക്കെ, ഡീഫാൾട്ട് കൺസ്ട്രക്ടർ ആണ് അവിടെ ഫസ്റ്റ് ലൈനിൽ, പബ്ലിക് സെക്ഷനിൽ ഫസ്റ്റ് ലൈനിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഡീഫാൾട്ട് കൺസ്ട്രക്ടർ. ഓക്കെ, സെക്കൻഡ് ലൈനിൽ എന്താണ് നമുക്ക് കാണുന്നത്? അതും കൺസ്ട്രക്ടർ തന്നെയാണ്. പബ്ലിക് സെക്ഷനിൽ ഡാറ്റ ടൈപ്പ് ഒന്നുമില്ല, ക്ലാസിന്റെ നെയിം തന്നെയാണ്, പക്ഷെ ആർഗ്യുമെന്റ്സ് ഉണ്ട്, പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിന്റെ അർത്ഥം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ അല്ലെ. അപ്പൊ പബ്ലിക് സെക്ഷനിൽ നമുക്ക് ഡീഫാൾട്ട് കൺസ്ട്രക്ടറും ഉണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും ഉണ്ട്. പാരാമീറ്റേഴ്സ് ആയിട്ട്, ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ റിയൽ ഇമേജ്, ഇമാജിനറിന്റെ ആ ഒരു പാർട്ടാണ്, ഇമേജ് എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, റിയൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾ, രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് നമ്മൾ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറിന്റെ അകത്ത് നമ്മൾ എക്സ് ഇസിക്കൽ ടു റിയൽ ആൻഡ് വൈ ഇസിക്കൽ ടു ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കൺസ്ട്രക്ടേഴ്സ് വെച്ചിട്ട്? ഡീഫാൾട്ട് ആൻഡ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്ത ലൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ പബ്ലിക് സെക്ഷനിൽ നമ്മൾ ഡീഫാൾട്ട് കൺസ്ട്രക്ടറും യൂസ് ചെയ്തിട്ടുണ്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്ടർ എന്തായാലും അവിടെ ഇൻവോക്ക് ആവും. നമ്മൾ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവോക്ക് ആവും. നമ്മൾ ഈ കൺസ്ട്രക്ടേഴ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി അത് ഇൻവോക്ക് ആവും അല്ലേ.
ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് കോംപ്ലക്സ് ഓപ്പറേറ്റർ പ്ലസ് കോംപ്ലക്സ്. അതെന്തായിരിക്കും? കോംപ്ലക്സ് ഓപ്പറേറ്റർ പ്ലസ് ആർഗ്യുമെന്റിന്റെ അകത്ത് കോംപ്ലക്സ്. എന്തായിരിക്കും അത്? അതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷൻ. ഓക്കെ, ഓപ്പറേറ്റർ എന്നുള്ള ഈ ഒരു കീവേഡ് ഉണ്ട് അതിൽ. മാത്രമല്ല നമ്മൾ എന്ത് ഓപ്പറേറ്ററിനാണ് നമ്മൾ ഓവർലോഡ് ചെയ്യാൻ പോകുന്നത്? പ്ലസിനെയാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം, ഈ ഒരു തേർഡ് ലൈൻ ആണ് നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഫസ്റ്റ് തന്നെ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ റിട്ടേൺ ടൈപ്പ് അല്ലേ? ഈ ഫംഗ്ഷൻ എന്തെങ്കിലും ഒരു പ്രോസസ്സ് ചെയ്തിട്ട് അത് ഒരു ഡാറ്റ തിരിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ, മെയിൻ ഫംഗ്ഷനിലേക്ക്. അപ്പോൾ ആ ഒരു ഡാറ്റ ടൈപ്പ് എന്താണ്, റിട്ടേൺ ടൈപ്പ് എന്താണെന്നാണ് ആദ്യം നമ്മൾ എഴുതാറ് അല്ലേ? നമ്മൾ ഇതുവരെ വോയിഡ്, ഇന്റ് ഒക്കെ തന്നെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് കോംപ്ലക്സ് എന്നാണ്. കോംപ്ലക്സ് എന്നുള്ളത് നമ്മുടെ ഈ ക്ലാസിന്റെ നെയിമാണ് അല്ലേ? അതായത് ഈ കോംപ്ലക്സ് ടൈപ്പ് ഡാറ്റ റിട്ടേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോംപ്ലക്സ് എന്നുള്ള ക്ലാസ്സിൽ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആയിട്ടുള്ളത് അല്ലേ? അപ്പം ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് ചുരുക്കം. ഓക്കെ, നമ്മുടെ ഈ കോംപ്ലക്സ് എന്നുള്ള ക്ലാസ്സിൽ എന്തൊക്കെയാണോ ഡാറ്റ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അതൊക്കെ ഈ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഇന്റ് എ എന്ന് പറയുന്ന സമയത്ത് എക്ക് വേണ്ടി 2 ബൈറ്റ് റിസർവ് ചെയ്യുന്ന പോലെ കോംപ്ലക്സ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ എക്ക് വേണ്ടിയിട്ട് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും അല്ലെ? അപ്പം ഇന്റ്, ക്യാർ, ഫ്ലോട്ട് ഒക്കെ ബേസിക് ഡാറ്റ ടൈപ്പ് ആകുമ്പോൾ നമ്മുടെ ഈ കോംപ്ലക്സ്, ഈ ക്ലാസ് എന്നൊക്കെ പറയുന്നത്, അറേ എന്നൊക്കെ പറയുന്നത് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വേണ്ട. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? റിട്ടേൺ ചെയ്യുന്നുണ്ട് ടു മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അതെ, ഓക്കെ. അപ്പൊ ഒരു കോംപ്ലക്സ് പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു കോംപ്ലക്സ് എന്നുള്ള ഈ ഒരു ക്ലാസിന്റെ അകത്ത് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണുള്ളത് അല്ലെ? അപ്പം ഈ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. ഹലോ, കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? ഡൗട്ട് ഉണ്ട്. സൗമ്യക്ക് എന്താ ഡൗട്ട്? ഡൗട്ട് ഇല്ലേ? കേൾക്കുന്നുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, ഓക്കെ. അപ്പം ഇവിടെ നമ്മുടെ ക്ലാസ് കോംപ്ലക്സ് എന്നാണ്, അതുകൊണ്ട് അത് നമുക്കൊരു ഡാറ്റ ടൈപ്പ് പോലെ യൂസ് ചെയ്യാം. ഓക്കെ, കോംപ്ലക്സ് എന്നുള്ള ആ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടോ അതൊക്കെ റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പൊ പാരാമീറ്റർ ആയിട്ടും കോംപ്ലക്സ് എന്നുള്ളതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോംപ്ലക്സിലുള്ള ഡാറ്റ ടൈപ്സ് ഒക്കെ മീൻസ് അത്രയും ഡാറ്റ നമുക്ക് ഒരു കോംപ്ലക്സ് ആണ്. അതായത് ഇതിൻ്റെ അകത്ത് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണ്. ആ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ നമുക്ക് ഒരൊറ്റൊരു കോംപ്ലക്സ് എന്നുള്ള ഒരു ഡാറ്റ ടൈപ്പിന്റെ പേരിൽ നമുക്ക് പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വോയിഡ് ഡിസ്പ്ലേ വോയിഡ്. എന്താണ് സംഭവം? ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു മെമ്പർ ഫംഗ്ഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനും നമ്മൾ എന്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്? ഇതിന്റെ ഫ്രണ്ട് എന്ന് വല്ല കീവേഡും ഉണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു ബൈനറി ഓപ്പറേറ്റർ പ്ലസ് എന്നുള്ള ഈ ഒരു ബൈനറി ഓപ്പറേറ്റർ നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ആസ് എ ക്ലാസ് മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, ഓക്കെ ആണോ? കമന്റ് ചെയ്യൂ. ഓക്കെ ആണോ? ഓക്കെ, എല്ലാവരും ഉണ്ടോ? ഓക്കെ,
അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ക്ലാസ്സിന്റെ ബോഡി നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും അതുപോലെ തന്നെ ഡിസ്പ്ലേന്റെയും ഉള്ള ആ ഒരു രണ്ട് ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കാണ്. നമ്മുടെ സിൻടാക്സ് എന്തായിരുന്നു? ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ റിട്ടേൺ ടൈപ്പ് ക്ലാസ് നെയിം, ഔട്ട്സൈഡ് ചെയ്യുന്നത്. ഓക്കെ, റിട്ടേൺ ടൈപ്പ് ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, പിന്നെ നമ്മുടെ ഫംഗ്ഷനിലുള്ള കാര്യം അല്ലേ. ഓപ്പറേറ്റർ പ്ലസ് കോംപ്ലക്സ്, പിന്നെ നമ്മളിവിടെ ഒരു സി ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ദെൻ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പററി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടെമ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ആക്സസ് ചെയ്യാം, നമ്മുടെ എക്സും വൈയും അല്ലെ. കോംപ്ലക്സിന്റെ അകത്ത് എക്സും വൈയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഡാറ്റ ടൈപ്സ് ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ടെമ്പ് യൂസ് ചെയ്തിട്ട് ടെമ്പ് ഡോട്ട് എക്സ് ഇസ് ഇക്വൽ ടു എക്സ് പ്ലസ് സി ഡോട്ട് എക്സ്, ടെമ്പ് ഡോട്ട് വൈ ഇസ് ഇക്വൽ ടു വൈ പ്ലസ് സി ഡോട്ട് വൈ, റിട്ടേൺ ടെമ്പ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കറക്റ്റ് എക്സിക്യൂഷൻസ് പറയാം. ദെൻ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ എന്നുള്ള ഒരു മെമ്പർ ഫംഗ്ഷൻ ജസ്റ്റ് എക്സും വൈയും ഡിസ്പ്ലേ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് കറക്റ്റ് എക്സിക്യൂഷൻ പറയാം. സോ മെയിൻ ഫംഗ്ഷന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ക്രിയേഷൻ ആണ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിക്കോളും അല്ലെ. അപ്പം ഇവിടെ എന്ന് പറയുന്ന സമയത്ത് കോംപ്ലക്സ് C1 C2 C3, കോംപ്ലക്സ് എന്നുള്ള ക്ലാസ്സിന് C1 C2 C3 പറഞ്ഞിട്ടുള്ള 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടോ ആ ഫസ്റ്റ് ലൈൻ? ഇവിടം വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ വീണ്ടും പറയാം. ഇവിടം വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറയും. ഇവിടം വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. പിള്ളേരെ ഡൗട്ട് ഉണ്ടോ? ഇവിടം വരെ മനസ്സിലായ? അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയട്ടെ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നോക്കാം, നമ്മൾ കോംപ്ലക്സ് എന്നുള്ളതിന് 3 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? C1 C2 C3. ഓക്കെ, അപ്പം ഈ ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ ഇൻവോക്ക് ആയിക്കോളും. അതിപ്പോ നമ്മുടെ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ നമ്മൾ പ്രോഗ്രാമിൽ എഴുതിയില്ലെങ്കിൽ പോലും അത് അവിടെ വന്നോളും, ബൈ ഡിഫോൾട്ട് വന്നോളും. ഓക്കെ, ദെൻ C1 ഈക്വൽ ടു complex of 2.5, 3.5. Okay, C1 equal to complex of 2.5, 3.5. അപ്പൊ നമ്മൾ കോംപ്ലക്സ് എന്നുള്ള എന്തെങ്കിലും ഒരു കൺസ്ട്രക്ടർ, കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ടർ തന്നെയാണ് അല്ലെ. കോംപ്ലക്സ് എന്നുള്ള ഒരു കൺസ്ട്രക്ടർ, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടോ എന്നുള്ളത് നോക്കും. ഉണ്ട് അല്ലെ. 2.5, 3.5, അതായത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ രണ്ടും ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ബോഡി അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. നമ്മൾ ആ ഒരു കൺസ്ട്രക്ടർ 2നെ കോൾ ചെയ്തിരിക്കുകയാണ്. C1 ഈക്വൽ ടു C1 എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് കൺസ്ട്രക്ടർ 2നെ കോൾ ചെയ്തേക്കുവാണ്. ഓക്കെ, അപ്പൊ C1 എന്നുള്ള ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഓൾറെഡി C1 C2 C3 എന്ന് പറഞ്ഞപ്പോൾ തന്നെ C1നും C2നും C3നും വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. കോംപ്ലക്സ് എന്നുള്ളതിൽ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. സോ C1നും C2നും C3ക്കും ഈ 3 ഒബ്ജക്ട്സിനും 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള ഒരു സ്പേസ് റിസർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പം ഈ C1 ഈക്വൽ ടു കോംപ്ലക്സ് ഓഫ് 2.5, 3.5 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്ത് ചെയ്യും? C1 എന്ന ഒബ്ജക്റ്റിന്റെ എക്സ് പാർട്ടിലേക്ക് 2.5, വൈ പാർട്ടിലേക്ക് 3.5 ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. മനസ്സിലായോ? C1 ഈക്വൽ ടു കോംപ്ലക്സ് ഓഫ്
2.5, 3.5 സെമിക്കോളൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് എക്സിക്യൂട്ട് ചെയ്യുക, അതിന്റെ ബോഡിയാണ് എക്സിക്യൂട്ട് ചെയ്യുക. C1 എന്നുള്ള ഒബ്ജക്റ്റിന്റെ എക്സ് പാർട്ടിലേക്ക് 2.5 എക്സ് ഇസ് ഇക്വൽ ടു റിയൽ അല്ലെ, കോംപ്ലക്സ് ഓഫ് 2.5, 3.5 ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ റിയലിന്റെ വേരിയബിൾ എന്നുള്ള ആ റിയൽ എന്നുള്ള വേരിയബിളിൽ 2.5 എന്നുള്ള വാല്യൂ, ഇമേജ് എന്നുള്ള വേരിയബിളിന്റെ അകത്ത് 3.5 എന്നുള്ള വാല്യൂ. ഓക്കെ, ബോഡിയിൽ പറഞ്ഞേക്കുന്നത് എന്താ, എക്സ് ഇസ് ഇക്വൽ ടു റിയൽ, വൈ ഇസ് ഇക്വൽ ടു ഇമേജ്. ഓക്കെ, അപ്പൊ C1ന്റെ എക്സിലേക്ക് 2.5, C1ന്റെ വൈയിലേക്ക് 3.5. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, C2 ഈക്വൽ ടു കോംപ്ലക്സ് 1.6, 2.7. ഇതും സെയിം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ തന്നെയാണ് കോൾ ചെയ്യുക അല്ലെ. സെയിം പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. റിയൽ ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, എത്രയായിരുന്നു നമ്പർ, എത്രയായിരുന്നു, C2 ഈക്വൽ ടു കോംപ്ലക്സ് ഓഫ് 1.6, 2.7, 1.6, 2.7 അല്ലെ. അപ്പൊ ഇവിടെയാണ് വിളിക്കുക. ദെൻ റിയൽ ഈക്വൽ ടു 1.6 ആൻഡ് ഇമേജ് ഇസ് ഈക്വൽ ടു 2.7. ഇങ്ങനെയാണ് വാല്യൂസ്. അതിന്റെ അകത്ത് എക്സ് ഇസ് ഈക്വൽ ടു റിയൽ, വൈ ഇസ് ഈക്വൽ ടു ഇമേജ് അല്ലെ. അപ്പൊ C2 എന്നുള്ള ഒബ്ജക്റ്റിലാണ് കോൾ ചെയ്തിട്ടുള്ളത്. സോ C2 എന്നുള്ള ഒബ്ജക്റ്റിലെ എക്സ് പാർട്ടായിട്ട് എന്ത് പോകും, റിയലിന്റെ വാല്യൂ പോകും. റിയലിന്റെ വാല്യൂ 1.6, വൈ പാർട്ടായിട്ട് ഇമേജിന്റെ വാല്യൂ 2.7. ഓക്കെ, അപ്പൊ C1 എന്നുള്ള ഒബ്ജക്റ്റിലെ എക്സ് പാർട്ടായിട്ട് 2.5, വൈ പാർട്ടായിട്ട് 3.5. C2 എന്നുള്ള ഒബ്ജക്റ്റിന്റെ അകത്ത് എക്സ് പാർട്ടായിട്ട് 1.6, വൈ പാർട്ടായിട്ട് 2.7. കുഴപ്പമില്ലല്ലോ, ഇതുവരെ ക്ലിയർ അല്ലേ? എടാ ഇതുവരെ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി അടുത്തതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് C3 ഈക്വൽ ടു C1 പ്ലസ് C2. ഓക്കെ, C3 എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, C1 പറയുന്ന ഒബ്ജക്റ്റ് പ്ലസ് C2 ആ ഒരു രീതിയിൽ കാണരുത്. ഓക്കെ, C3 ഈക്വൽ ടു C1 പ്ലസ് C2 എന്ന് പറയുന്ന സമയത്ത് പ്രത്യേകം ഓർക്കുക, നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ കോൾ ആണ് ഇത്. ഓപ്പറേറ്റർ ഫംഗ്ഷൻ കോൾ യൂണറി ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു -s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷനെ കോൾ ചെയ്യാണ് അല്ലെ. സോ ഇവിടെ പ്ലസ് C2 അല്ലെ, പ്ലസ് C2 എന്ന് പറയുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, C2 എന്നുള്ള ഒബ്ജക്റ്റ് ഈ ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷൻ കോൾ, ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷനിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാണ്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, ഈ ഒരു ലൈൻ കുറച്ചൊരു കൺഫ്യൂസിങ് ആണ്, ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ ഓപ്പറേറ്റർ ഫംഗ്ഷൻ കോൾ ആണ് അവിടെ നടന്നിട്ടുള്ളത്. C3 ഈക്വൽ ടു C1 പ്ലസ് C2 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ പ്ലസ് C2 എന്ന് പറയുന്നത് ഇതാണ്, പ്ലസ് C2. ഓക്കെ, പ്ലസ് എന്നുള്ള ഈ ഒരു ഓപ്പറേറ്റർ, ദെൻ C2 എന്ന് പറയുന്നത് ഇവിടെ ഈ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തേക്കുകയാണ്. ഓക്കെ, ഇവിടെ കോംപ്ലക്സ് സിയിലേക്ക് C2 വരികയാണ്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ കോംപ്ലക്സ് C എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ C എന്ന് പറയുന്നത് C2നെയാണ് നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ നേരത്തെ എന്താ കോംപ്ലക്സ് 1.6, 2.7 പാസ് ചെയ്ത സമയത്ത് എങ്ങനെയാ വന്നത്, കോംപ്ലക്സ് 1.6, 2.7 പാസ് ചെയ്ത സമയത്ത് ഇവിടെ അല്ലെ കോംപ്ലക്സ് എന്നുള്ള ഈ പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആണ് വന്നിട്ടുള്ളത്. 1.6, 2.7 എന്ന് പറഞ്ഞ സമയത്ത് റിയൽ 1.6 ആയി, ഇമേജ് 2.7 ആയി. സെയിം ആണ് ഇവിടെ. അവിടെ C3 ഈക്വൽ ടു C1 പ്ലസ് C2 അല്ലെ. അപ്പൊ ആ പ്ലസും C2ഉം എടുക്കുക. ഓക്കെ, പ്ലസ് നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ
നമ്മൾ ഏത് ഓപ്പറേറ്റർ ആണ് നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതെന്നുള്ള ആ ഒരു കാര്യമാണ്, ഓപ്പറേറ്റർ ആണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. C2 നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ C എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് C2. ഓക്കെ, C2ല് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഉണ്ട്, അത് C-യിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം C3 is equal to C1 plus C2 എന്നാണ് അല്ലെ. അപ്പൊ C2 എന്തായാലും ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തേക്കുന്നു. C1 ആണ് ഈ ഒരു ഓപ്പറേറ്ററിനെ, മീൻസ് ഈ ഒരു ഫംഗ്ഷൻ, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ഇപ്പൊ ഡിസ്പ്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ വിളിക്കുക, ഡിസ്പ്ലേ എന്നുള്ള ഒരു ക്ലാസ് മെമ്പറിനെ എങ്ങനെയാ നമ്മൾ വിളിക്കുക, നമ്മുടെ ഒബ്ജക്റ്റ് ഡോട്ട് ആ ഫംഗ്ഷൻ നെയിം അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഗെറ്റ് ഡാറ്റ, പുട്ട് ഡാറ്റ എന്നുള്ള ഒക്കെ ഫംഗ്ഷനെ നമ്മൾ എങ്ങനെയാ ചെയ്തിട്ടുള്ളത്, സ്റ്റുഡന്റ് എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ എസ് ഡോട്ട് ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന സമയത്ത് ഗെറ്റ് ഡാറ്റ ഫംഗ്ഷൻ വിളിച്ചു, ഗെറ്റ് ഡാറ്റ ഫംഗ്ഷൻ മെമ്പർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു അല്ലെ. എസ് ഡോട്ട് പുട്ട് ഡാറ്റ എന്ന് പറഞ്ഞപ്പോഴാണ്, ഒബ്ജക്ട് ഡോട്ട് പുട്ട് ഡാറ്റ എന്ന് പറഞ്ഞപ്പോഴാണ് പുട്ട് ഡാറ്റ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മൾ എല്ലാത്തിനെയും അങ്ങനെയാണ്, മെമ്പർ ഫംഗ്ഷനൊക്കെ നമ്മൾ അങ്ങനെയാണ് വിളിക്കാറ് അല്ലെ, ആക്സസ് ചെയ്യാറ്. നമ്മുടെ ഒബ്ജക്ട് ഡോട്ട് പുട്ട് ഡാറ്റ, ഒബ്ജക്ട് ഡോട്ട് ആ ഒരു ഫംഗ്ഷന്റെ നെയിം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ C3 is equal to C1 plus C2 എന്ന് പറയുന്നത് ശരിക്ക് C3 equal to C1 dot operator plus of C2 എന്നാണ് ശരിക്ക്. ഓക്കെ, C1 equal to C1 plus C3 is equal to C1 plus C2 എന്ന് പറയുകയാണെങ്കിലും ശരിക്കും അവിടെ നടക്കുന്നത് C1 dot operator plus of C2, അതായത് C1 എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ കോൾ ചെയ്യുന്നത്. ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, C2 പാസ് ചെയ്യുന്നു. മനസ്സിലായോ? C1 എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലേക്ക് C2 എന്നുള്ള ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. മനസ്സിലായോ? ആ ഒരു ലൈൻ മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ വേം. C3 equal to C1 plus C2 എന്ന് പറയുന്ന സമയത്ത് C1 എന്നുള്ള ഒബ്ജക്റ്റിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ആ ഫംഗ്ഷനിലേക്ക് C2 ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. C1 എന്നുള്ള ഒബ്ജക്റ്റ് വെച്ചിട്ട് ആ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. C2 എന്നുള്ള ഒബ്ജക്റ്റ് അതിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കൺഫ്യൂഷൻ ആയോ? ഹലോ, ഓക്കെ ആണോ? C1 ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് കോൾ ചെയ്യുന്നു, C2 എന്നുള്ള ഒബ്ജക്റ്റ് അതിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്നു. അഭിജിത്തിന് മാത്രമാണ് ഓക്കെ, ബാക്കി ആർക്കും ഓക്കെ ആയില്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും? പ്രോസസ്സിംഗ് ഓക്കെ. അപ്പൊ C1 ഡോട്ട് ഓപ്പറേറ്റർ, C1 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനെ വിളിക്കുന്നത് അല്ലെ. അപ്പൊ C1ലുള്ള ഡാറ്റാസ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷനിലേക്ക് എത്തി. ഓക്കെ, C2 എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഇതിൽ എന്താ, ആർഗ്യുമെന്റ് ആയിട്ടാണ് പാസ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ആർഗ്യുമെന്റ് വഴി C2ഉം എത്തി. കേൾക്കുന്നുണ്ടോ? C1 ഡോട്ട് ഓപ്പറേറ്റർ പ്ലസ് ഓഫ് C2 എന്ന് പറയുന്ന സമയത്ത് സെയിം ആണ്. C1 പ്ലസ് C2 എന്ന് പറയുന്നത് ശരിക്കും C1 ഡോട്ട് ഓപ്പറേറ്റർ പ്ലസ് ഓഫ് C2 ഈക്വലന്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഓപ്പറേറ്റർ ഫംഗ്ഷനിലേക്ക് C1 എന്നുള്ള ഒബ്ജക്റ്റിന്റെ ഡാറ്റാസ് 2.5, 3.5 എന്നുള്ള ഡാറ്റ ഡയറക്റ്റ് ആയിട്ടും C2 എന്നുള്ള ഒബ്ജക്റ്റിലുള്ള ഡാറ്റ 1.6, 2.7 എന്നുള്ള ഡാറ്റ ആർഗ്യുമെന്റ് ആയിട്ടും ഈ ഒരു ഓപ്പറേറ്റർ പ്ലസ് ഫംഗ്ഷനിൽ എത്തി. ഓക്കെ, C1ലെ ഡാറ്റ ഡയറക്റ്റ് ആയിട്ട് C2ലെ ഡാറ്റ എങ്ങനെ ആർഗ്യുമെന്റ് ആയിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ എത്തി. ഓക്കെ ആണോ?
ഓക്കെ, ഇനി ബാക്കി നോക്കാം. C3 ഈക്വൽ ടു C1 പ്ലസ് C2. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? C3 അവിടെ നിൽക്കട്ടെ, ഈ C1 പ്ലസ് C2 ആണ് നമ്മൾ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് C3യിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ C1 പ്ലസ് C2 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷനിലേക്ക് പോയി അല്ലെ. റിട്ടേൺ ചെയ്യുന്നത് ഒരു കോംപ്ലക്സ്, അതായത് നമ്മുടെ ക്ലാസിന്റെ നെയിം ആണ്. കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡാറ്റ റിട്ടേൺ ചെയ്യുന്നു. കോംപ്ലക്സ് ക്ലാസ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ ഓപ്പറേറ്റർ പ്ലസ്, അത് നമ്മുടെ സിൻടാക്സ് ആണ്. ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിന്റെ സിൻടാക്സ് ആർഗ്യുമെന്റ് ആയിട്ട് C പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ C ആയിട്ട് C2ലെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. C1 നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? C1 വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഇൻവോക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് C1 അതില് എന്തായിട്ടുണ്ട്? ഡയറക്റ്റ് ആയിട്ട് തന്നെ അതിന്റെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫംഗ്ഷനിൽ ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ടെമ്പ് എന്ന് പറഞ്ഞിട്ട് ടെമ്പററി ആയിട്ടൊരു ഒബ്ജക്ട് ക്രിയേഷൻ ആണ്. ഓക്കെ, ടെമ്പ്, കോംപ്ലക്സ് ടെമ്പ്. ഓക്കെ, അപ്പൊ ടെമ്പിന്റെ അകത്തും എക്സ് വൈ വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും. ഓക്കെ, ദെൻ temp dot x is equal to x plus c dot x അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം temp dot x, പുതിയ ആ ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ടെമ്പിലെ x എന്ന് പറയുന്നത് x plus c dot x എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ഡാറ്റയാണോ എടുത്തിട്ടുള്ളത് അതാണ് x. ഓക്കെ, അപ്പൊ C1 എന്നുള്ള ഒബ്ജക്റ്റിലെ ഡാറ്റയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം C1 ഡോട്ട് എക്സ് ആണ് ഇവിടെ, അതായത് C1ന്റെ എക്സിന്റെ വാല്യൂ ആണ് ഈ ഒരു എക്സ്, വെറും ഒരു എക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം C1 ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലസ് C ഡോട്ട് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർഗ്യുമെന്റ് ആയിട്ടാണ് C വന്നിട്ടുള്ളത് അല്ലെ. ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത് C2. C2ന്റെ എക്സ് ആണ് ഈ C ഡോട്ട് എക്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോ പുതിയതായിട്ട് ന്യൂ ആയിട്ട് ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ ടെമ്പിലെ എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന C1ന്റെ എക്സ് പ്ലസ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കുന്ന C2ന്റെ എക്സ്. മനസ്സിലായോ? കമന്റ് ഇട്ടെ. മനസ്സിലായോ? temp dot x is equal to x plus c dot x എന്ന് പറയുന്നത് എന്തിനാ തുല്യം? temp dot x is equal to c1 dot x plus c2 dot x. ഓക്കെ, അതുപോലെ തന്നെ temp dot yയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ്? y plus c dot y. y എന്ന് മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് C1ന്റെ y ആണ്, കാരണം C1 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, c dot y എന്ന് പറയുന്നത് ആർഗ്യുമെന്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത്, അതായത് C2 dot y. ഓക്കെ, അപ്പൊ ടെമ്പിന്റെ എക്സ് ആയിട്ട് C1ന്റെയും C2ന്റെയും എക്സ് കാൽക്കുലേറ്റ് ചെയ്തു സ്റ്റോർ ചെയ്തു. ടെമ്പിന്റെ y ആയിട്ട് എന്ത് ചെയ്തു? C1ന്റെയും C2ന്റെയും y കാൽക്കുലേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്തു. ദെൻ റിട്ടേൺ ടെമ്പ് അല്ലെ. ടെമ്പ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ടെമ്പിലുള്ള എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്? നേരെ ഇവിടെ നിന്നാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പം അത് ആ ഒരു ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു വാല്യൂ, ടെമ്പിന്റെ വാല്യൂ ഇങ്ങോട്ടേക്ക് തന്നെ റിട്ടേൺ ചെയ്യും. അത് നേരെ C3 എന്നുള്ള ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ C3 എന്നുള്ള ഒബ്ജക്റ്റിൽ എന്തുണ്ട്? ടെമ്പിന്റെ എക്സും വൈയും വാല്യൂസ് ആണ് ഉള്ളത്. അപ്പൊ C3 is equal to C1 plus C2 എന്ന് പറയുമ്പം ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതില് C1ന്റെ ഡാറ്റ ഡയറക്റ്റ് ആയിട്ടും C2ന്റെ ഡാറ്റ ആർഗ്യുമെന്റ് ആയിട്ടും പാസ് ചെയ്യും. ഓക്കെ, ദെൻ ആ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് C3യിലേക്ക് പാസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഫുള്ള് C1ന്റെ ഡാറ്റ, C2ന്റെ ഡാറ്റ, C3ന്റെ ഡാറ്റ ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഓക്കെ, C1 ഡോട്ട് ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് C1ന്റെ ഡാറ്റ ആയിട്ടുള്ള 2.5 പ്ലസ് ജെ 3.5 ഡിസ്പ്ലേ ചെയ്യും. C2ന്റെ ഡാറ്റ ആയിട്ട് 1.6 പ്ലസ് ജെ 2.7. C3ന്റെ ഡാറ്റ ആയിട്ട് ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, 4.1 പ്ലസ് ജെ 6.2. ഓക്കെ, ഡിസ്പ്ലേന്റെ അവിടെ നമ്മളൊരു ജെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. സി ഔട്ട് എക്സ് പ്ലസ് ജെ കോട്സില് വൈ, ഇങ്ങനെ ന്യൂ ലൈൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
മനസ്സിലായോ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോർഷൻസ് ഒന്നുകൂടി പറയണോ? ഹലോ, ഇവിടെ മനസ്സിലായ? ഓക്കെ, അപ്പം ഞാൻ അറ്റൻഡൻസ് ഒന്ന് എടുക്കട്ടെ. അഭിജിത്ത്, അനുവിന്ദ്, അപർണ. ഓക്കെ, അർച്ചിത, അരുൺ, അശ്വേത. ഓക്കെ, ചന്ദ്രലേഖ, ചന്ദ്രലേഖ, ഗോപിക, ഹർഷ്, ഹിപ്സു, ജസീം, ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, സനില, ശിശിര, സൗമ്യ, ശിശിര, ചന്ദ്രലേഖ, ജസ്റ്റിൻ, അശ്വിൻ രാജ്, ശിശിര. വീട്ടിലുണ്ടോ?